മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നിവരുടെയോ ഉമ്മ വാപ്പ തുടങ്ങി മരണപ്പെട്ടവരുടെയോ വഫാത്തിന്റെ ദിവസം ആളുകൾ ഒരുമിച്ചുകൂടി ഭക്ഷണം ഉണ്ടാക്കി ഖുർആൻ മറ്റു ദിക്റുകൾ ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയുന്നതിന് നമ്മുടെ നാട്ടിലെ ആളുകൾ ആണ്ട് നേർച്ച എന്ന് പറയും. ഞാൻ കൂടി പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നിവരുടെയോ ഉമ്മ വാപ്പ തുടങ്ങി മരണപ്പെട്ടവരുടെയോ വഫാത്തിന്റെ ദിവസം ആളുകൾ ഒരുമിച്ചുകൂടി ഭക്ഷണം ഉണ്ടാക്കി ഖുർആൻ മറ്റ് ദിക്റുകൾ ചൊല്ലി മരണപ്പെട്ടവർക്ക് ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയുന്നതിന് ആണ്ട് നേർച്ച എന്ന് പറയുന്നു. ഇവിടെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചാ വിഷയം. 1, ഖുർആനും ദിക്റും ചൊല്ലി ദുആ ചെയ്യൽ. 2, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൽ. 3, മരണപ്പെട്ട ദിവസമായിരിക്കൽ. 4, ഇങ്ങനെ നബിയോ സഹാബത്തോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ. 4 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഖുർആനും ദിക്റും ചൊല്ലി ദുആ ചെയ്യൽ. ഖുർആനും ദിക്റും ചൊല്ലിയാലും ദുആ ചെയ്താലും മരണപ്പെട്ട ആളുകൾക്ക് കിട്ടും എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരത്തില് ഖുർആനുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള ദുആ ഉണ്ട്. ഇതെല്ലാം മയ്യിത്തിന് ഗുണം ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾ ഖുർആൻ ഓതിയാൽ, ദുആ ചെയ്താൽ, ദിക്റ് ചൊല്ലിയാൽ, സ്വലാത്ത് ചൊല്ലിയാൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് ഗുണം കിട്ടൂല എന്ന് പറഞ്ഞാൽ മയ്യിത്ത് നിസ്കാരം കൊണ്ട് തന്നെ മരിച്ച ആൾക്ക് ഒരു ഗുണമില്ലാന്ന് വരും. അപ്പൊ മയ്യിത്ത് നിസ്കാരം തന്നെ ദിക്റ്, ദുആ, സ്വലാത്ത്, മറ്റ് ഇബാദത്തുകൾ കൊണ്ട് മരിച്ചവർക്ക് കാര്യം കിട്ടും എന്നതിന്റെ തെളിവാണ്. രണ്ടാമത്തെ വിഷയം ഭക്ഷണം ഉണ്ടാക്കലും അത് ദാനം ചെയ്യലുമാണ്. സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും കോപം ഒതുക്കി വെക്കുന്നതും മനുഷ്യർക്ക് മാപ്പ് നൽകുന്നതും ചെയ്യുന്നവർക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്ത് ആല ഇമ്രാന്റെ 134-ാമത്തെ ആയത്തിൽ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. الذين ينفقون في السراء والضراء, രഹസ്യമായും പരസ്യമായും ധനം ചെലവഴിക്കുന്ന ആളുകൾ അഥവാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ. വൽ കാളിമീനൽ ഗൈദ, ദേശത്തെ അടക്കി ഒതുക്കി നിർത്തുന്നവരും. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുന്നവരും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഗുണവാന്മാരെ ഇഷ്ടപ്പെടുന്നതാണ്. സ്വർഗാവകാശികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരാൻ. അപ്പൊ അവർ സ്വർഗാവകാശികളാണെന്ന് അർത്ഥം. അൻ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തുവഫിയത് ഉമ്മുഹു വഹുവ ഗായിബുൻ അന്നാ. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു. വഹുവ ഗായിബുൻ അന്നാ, ഉമ്മ വേറെ സ്ഥലത്തും അദ്ദേഹം വേറെ സ്ഥലത്തുമായിരുന്നു. ഫഖാല, മഹാനവറുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി തുവഫിയത്, ഇന്റെ ഉമ്മ മരിച്ചു നബിയെ. വഅന ഗായിബുൻ അന്നാ, ഉമ്മ വേറെ സ്ഥലത്തും ഞാൻ വേറെ സ്ഥലത്തുമാണ് പൊന്നാര നബിയെ. അയൻഫഉഹാ ശൈഅൻ ഇൻ തസദ്ദഖതു ബിഹി അന്നാ, ഉമ്മയെ തൊട്ട് ഞാൻ സദഖ ചെയ്താൽ അത് ഉമ്മാക്ക് കിട്ടുമോ നബിയെ, വല്ല ഉപകാരം ചെയ്യോ നബിയെ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് തന്റെ സ്വഹീഹിലെ 2556-ാമത്തെ ഹദീസായിട്ടും ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിലെ 43080-ാമത്തെ ഹദീസായിട്ടും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രബലമായ ഹദീസ്. അപ്പൊ ഇതുകൊണ്ട് ദാനധർമ്മങ്ങൾ മരിച്ച ആൾക്ക് കിട്ടും എന്നത് സ്ഥിരപ്പെടും ഈ ഹദീസ് കൊണ്ടും ആദ്യം പറഞ്ഞ ആയത്ത് കൊണ്ടും. ദാനം ചെയ്താലും ധർമ്മം ചെയ്താലും, അത് ഭക്ഷണമായാലും ഹദിയയായാലും പോക്കറ്റ് മണി ആയാലും വേറെ എന്തേലും എന്ത് ദാനധർമ്മങ്ങളും. പിന്നെ അവിടെ ഒരു പ്രശ്നമുള്ളത്, അന്നദാനം സ്വതക്കയിൽ പെടൂല. അന്നദാനം സ്വതക്കയിൽ പെടൂല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പറയാനായിട്ട് സാധ്യതയില്ല. ഒരു ഹദീസ് കേൾപ്പിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഒരു മനുഷ്യൻ വന്ന് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പുന്നാര നബിയെ, അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായത് എന്താണ് നബിയെ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, തുതൈമുത് തആമ, ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്, തുഖറഉസ് സലാമ, സലാം പറയലാണ്, അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സലാം പറയലും ഭക്ഷണം ഭക്ഷിപ്പിക്കലുമാണ് ഇസ്ലാമിൽ ഏറ്റവും ഖൈറെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കലും അത് കൊടുക്കലും സ്വതക്കയിൽ പെടില്ല എന്ന് ആരും അഭിപ്രായം പറയാൻ സാധ്യതയില്ല. അത് സ്വതക്കയിൽ പെടും. അതുകൊണ്ട് സ്വതക്ക ചെയ്താലും മരിച്ചാൾക്ക് കാര്യം കിട്ടും. മൂന്നാമത്തത്, ഇത് മരണപ്പെട്ട ദിവസം പറ്റുമോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്, ഇബാദത്ത് രണ്ട് തരമുണ്ട്. ഒന്ന് സമയം നിശ്ചയിച്ചതുണ്ട്, രണ്ട് പ്രത്യേക സമയം നിശ്ചയിക്കാത്തതുണ്ട്. സമയം നിശ്ചയിച്ച ഇബാദത്തുകൾ, ഉദാഹരണം ളുഹ്ർ, അസർ, റമദാൻ നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ സമയം നിശ്ചയിച്ച ഇബാദത്താണ്. ആ സമയത്തെ പറ്റുള്ളൂ. രണ്ടാമത് പ്രത്യേകം സമയം നിശ്ചയിച്ചിട്ടില്ലാത്തതുണ്ട്. അതിന്റെ ഉദാഹരണമാണ് സ്വതക്ക, ഈത്തിക്കാഫ്, അങ്ങനെയുള്ള പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടില്ലാത്ത ഇബാദത്തുകളുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും സമയം നിശ്ചയിക്കാത്തൊരു ഇബാദത്താണ് ഇത് സ്വതക്ക. അത് ജീവിച്ചിരിക്കുന്നവർക്ക് സ്വതക്ക കൊടുക്കലും മരിച്ചവർക്ക് സ്വതക്ക കൊടുക്കലും ഒക്കെ സമയം നിശ്ചയിക്കാത്തൊരു ഇബാദത്താണ്. അതുകൊണ്ട് എപ്പോഴും ചെയ്യാം. എല്ലാവർക്കും സൗകര്യം മരിച്ചന്നായതുകൊണ്ട് അന്ന് ചെയ്യുന്നു. അന്ന് അസൗകര്യം ഉണ്ടെങ്കിലോ തലേന്ന് ചെയ്യാം, തലേന്ന് പറ്റിയില്ലെങ്കിലോ പിറ്റേന്ന് ചെയ്യാം. എന്നും ചെയ്യാൻ പറ്റുമോ? എന്നും ചെയ്യാൻ പറ്റും. കൊല്ലം കഴിയുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ല, കൊല്ലം കഴിയുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, എപ്പോഴും ചെയ്യാം. മാസത്തിൽ എടുക്കാൻ പറ്റുമോ? പറ്റും. മാസത്തിൽ രണ്ടെടുക്കായാലോ? കുഴപ്പമില്ല, പറ്റും. അങ്ങനെയാണ്. അപ്പൊ ആണ്ട് കഴിക്കണ്ട എന്ന് പറയുന്നത് ആണ്ടിന്റെ ദിവസമായത് കൊണ്ടാണ് പ്രശ്നം. തലേന്നാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. സംഗതി മുടക്കാൻ വേണ്ടി പറയാനല്ല, നടത്താൻ വേണ്ടി പറയല്ല. അന്ന് എല്ലാവർക്കും സൗകര്യം ആയതുകൊണ്ട്, പിന്നെ അന്ന് ഓർക്കാനും ഓർമ്മ വരാനും കൂടുതൽ നല്ലതായതുകൊണ്ട് അന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അന്ന് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലാത്ത ദിവസം ചെയ്യണേനോ? അല്ലാത്ത ദിവസം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിന്റെ കാര്യം അത്രേ ഉള്ളൂ. നാലാമത്തത്, ഇങ്ങനെ നബിയോ സഹാബത്തോ ചെയ്തിട്ടുണ്ടോ? നബിയും സഹാബത്തും ചെയ്യാത്തത് ചെയ്യാൻ പറ്റുമോ? ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നബിയും സഹാബത്തും ചെയ്തതല്ലാത്ത എല്ലാം ചെയ്യാൻ പറ്റാത്തതും അനാചാരവുമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തൊക്കെ അനാചാരമാണോ? പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അനാചാരം ഉണ്ടാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ വാതിൽ തേക്കായിരുന്നു എന്ന് വന്നിട്ടുണ്ട്, പിരാവായിരുന്നു എന്ന് വന്നിട്ടില്ല. നമ്മൾ ഇന്ന് കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണം നബിയോ സഹാബത്തോ കഴിച്ചതായി വന്നിട്ടില്ല. ഒട്ടകത്തമ്മയോ കുതിരമ്മയും കഴുതമ്മയും യാത്ര ചെയ്തതായി വന്നിട്ടുണ്ട്, മോട്ടോർ സൈക്കിളിന് യാത്ര ചെയ്തതായി വന്നിട്ടില്ല. ഭക്ഷണം തന്നെ എടുത്താൽ ഭക്ഷണം സുന്നത്താവുന്ന സമയം, ഭക്ഷണം ജായിസാവുന്ന സമയം, ഭക്ഷണം നിർബന്ധമാവുന്ന സമയം, 3 സമയമുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ, ബിരിയാണി കഴിച്ചാൽ ജായിസാവുന്ന സമയമുണ്ട്, ബിരിയാണി കഴിക്കൽ സുന്നത്താവുന്ന സമയമുണ്ട്, ബിരിയാണി കഴിക്കാൻ നിർബന്ധമാവുന്ന സമയമുണ്ട്. അപ്പൊ സംഗതി ഇബാദത്ത് തന്നെയാണ്. എന്നാൽ നബിയും സഹാബത്തും അത് കഴിച്ചോ? ഇങ്ങനെ ഏതെടുത്ത് നോക്കിയാലും നബിയും സഹാബത്തും ചെയ്യാത്തത് മുഴുവൻ അനാചാരമാണ് എന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ അനാചാരമുണ്ട്. അതുകൊണ്ട് പുണ്യ നബിയും സഹാബത്തും ചെയ്യാത്തതൊക്കെ അനാചാരമൊന്നുമല്ല. ജായിസ് അല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അനാചാരമാണ്. ജായിസ് ആയ കാര്യമാണെങ്കിൽ എങ്ങനെ അനാചാരമാകുന്നത്? ഇവിടെ പിന്നുള്ളത് തർക്കത്തിലുള്ള 2 വിഷയമാണ്. ഈ 4ഉം തർക്കിക്കേണ്ട കാര്യമില്ലാത്തതാണ്. എന്നാൽ 2 കാര്യം തർക്കത്തിൽ വരും. ഒന്നാമത്തേത്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, വസിയ്യത്ത് ചെയ്യാതെ മരിച്ചവർക്ക് മാത്രമാണ് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ഗുണങ്ങൾ ഖബറിൽ കിട്ടുന്നത് എന്നറിയിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. وعن جابر رضي الله عنه وعن جرير بن عبد الله رضي الله عنه قال كنا نرى الاجتماع الى اهل الميت وصنعة الطعام من النياح എന്ന ഒരു ഹദീസ് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ഹദീസാണ് യഥാർത്ഥത്തിൽ സംശയം ഉണ്ടാക്കുന്ന 2 ഹദീസുകൾ. ഒന്ന്,
വസിയ്യത്ത് ചെയ്യാതെ മരിച്ചവർക്ക് മാത്രമാണ് ജീവിച്ചിരിക്കുന്നവർ സദഖ ചെയ്താൽ ഗുണം കിട്ടുന്നത് എന്ന് തോന്നിപ്പോകുന്ന ഹദീസ്. ഈ ഹദീസിനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വസിയ്യത്തിന്റെ ബാബിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വസിയ്യത്തിന്റെ ബാബിലാണ് ഈ ഹദീസ് പറഞ്ഞത് എന്നതുകൊണ്ട് വസിയ്യത്ത് ചെയ്യാതെ മരണപ്പെട്ടവർക്ക് മാത്രമാണ് ബാക്കിയുള്ളവരുടെ സ്വതക്ക ഗുണം ചെയ്യുക എന്ന് കിട്ടൂല. വസിയ്യത്ത് ചെയ്യാതെ മരണപ്പെട്ടവർക്കും ബന്ധുക്കൾ സ്വതക്ക ചെയ്താൽ കിട്ടും എന്നേ ഈ ഹദീസ് കൊണ്ട് വരുള്ളൂ. ബാക്കിയുള്ളവർക്ക് കിട്ടൂല എന്ന ഹദീസ് കൊണ്ട് വരില്ല. ആ ഹദീസ് കൊണ്ട് ആ ഹദീസ് അതിൽ ഉദ്ധരിക്കണതിന് എന്തിനാ? ഒരു സംശയം ഉള്ളത് കൊണ്ടാണ്. വസിയ്യത്ത് ചെയ്യാതെ മരിച്ചവർക്കും കിട്ടോ എന്ന സംശയം തീർക്കാൻ വസിയ്യത്ത് ചെയ്യാതെ മരിച്ചവർക്കും ബന്ധുക്കൾ സ്വതക്ക ചെയ്താൽ കിട്ടും എന്നറിയിക്കാനാണ് ഹദീസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വസിയ്യത്ത് ചെയ്യാതെ മരിച്ചവർക്ക് മാത്രമേ ബന്ധുക്കൾ കൊടുത്താൽ കിട്ടുള്ളൂ എന്നറിയിക്കാനല്ല. രണ്ടാമത്തേത്, മയ്യത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നത് വിരോധിക്കപ്പെട്ട അട്ടഹാസമായി ഞങ്ങൾ കണക്കാക്കിയിരുന്നു എന്ന ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാഹിലിയ കാലഘട്ടത്തിൽ നടപ്പുണ്ടായിരുന്ന ഒരു കാര്യമാണ് വിളക്ക് കത്തിച്ച് ലൈറ്റ് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കി ചെണ്ടമുട്ടി വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഉള്ള ഒരു പരിപാടി മരണപ്പെട്ട അന്ന് വീട്ടിൽ നടക്കും. നമ്മുടെ നാട്ടില് അന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി തന്നെയല്ല. ഭക്ഷണം ഉണ്ടാക്കുക എന്നത് മരണ വീട്ടുകാരല്ല, അതവർക്ക് പറ്റൂല. വയുസന്നുലി ജീറാനി അഹ്ലിഹി തഹീഅതു ത്വആമിൻ യുശ്ബിഉഹും യൗമഹും വലൈലതഹും വയുലിഹ് അലൈഹിം ബിൽ അക്ൽ എന്നാണ് തുഹ്ഫ 3:207 പറഞ്ഞിട്ടുള്ളത്. മയ്യത്തിന്റെ ബന്ധുക്കളുടെ അയൽവാസികൾക്ക് ഒരു രാവും ഒരു പകലും വയറു നിറയാനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും പ്രേരിപ്പിച്ചും കീർത്തിച്ചും അത് കഴിപ്പിക്കലും മയ്യത്തിന്റെ അയൽവാസികൾക്ക് സുന്നത്താണ് എന്നാണ്. അപ്പൊ അന്ന് അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നില്ല. യാസീൻ ഓതലോ ദുആ ചെയ്യലോ ഒന്നല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, മരിച്ച ദിവസം മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നത് അത്ര ഗുണകരമല്ല. അത് അയൽവാസികളുടെ സുന്നത്തായ കാര്യമാണ്. അത് അയൽവാസികൾ തന്നെയാണ് ചെയ്യേണ്ടതും.